CPIയുടെ ദേശീയ നേതാവ് കൂടിയായ വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് എത്തുന്നത്. പല ഭാഷകളിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പാട്ടുകൾ പാടിയുമാണ് പ്രചാരണം. ഡൽഹിയിൽ നിന്നുമെത്തിയ 85 വയസ്സുള്ള ഫിലോമിന ജോൺ, പശ്ചിമ ബംഗാളിൽ നിന്നുമുള്ള സിമി സർക്കാർ, പഞ്ചാബിൽ നിന്നുള്ള ഇഷ ശർമ്മ, അഖിലേന്ത്യാ മഹിളാ ഫെഡറേഷൻ ആക്ടിംഗ് സെക്രട്ടറി കൂടിയായ രാജസ്ഥാൻ സ്വദേശി നിഷ സിദ്ധു, അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും ആനിരാജയ്ക്കുള്ള വോട്ടഭ്യർത്ഥനയിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് വയനാട്ടിലേക്ക് എത്തുന്നത്. തെരുവുകളിൽ മുദ്രാവാക്യം മുഴക്കിയും പാട്ടുകൾ പാടിയും ഇവർ വോട്ടുകൾ തേടുകയാണ്. Everywhere I saw tribal peoples, missionary, Christian peoples and minorities. They all are interested and with us. I saw many women. I where to go, any town, village. There is very good response. ഡൽഹിയിലെ AIYF, AISF നേതാക്കളും കൂട്ടത്തിലുണ്ട്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ അമുദ ജയദീപും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മൊഹസീന മുഹമ്മദും AIYF ഡൽഹി സംസ്ഥാന ഘടകത്തിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായ ഷിജോ വർഗീസും പ്രചാരണത്തിൽ സജീവം. രാജസ്ഥാനിലുള്ള ആൾക്കാരുണ്ട്, ബംഗാളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, തെലങ്കാനയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട്. ആനി കോമ്രേഡിൻ്റെ കൂടെ വർക്ക് ചെയ്തത് കാരണം അവർക്കറിയാം ഹൗ എഫക്റ്റീവ് ഷീ വുഡ് ബി ആസ് എ എന്താ പറയുക പാർലമെൻറ്റേറിയൻ MP ആവുകയാണെങ്കിൽ. സോ അത് കാരണം അവർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ ഓരോ ടൗണിൽ നിന്ന് വേറെ ടൗണിൽ പോകുന്നു, ആൾക്കാരെ കാണുന്നു, സ്ലോഗൻസ് റേസ് ചെയ്യുന്നു. നേരത്തെ തമിഴ്നാട്ടിലെ സത്യമംഗലത്തു നിന്നും മണിപ്പൂരിൽ നിന്നും അടക്കമുള്ളവർ ഇവിടെ പ്രചാരണത്തിനുണ്ടായിരുന്നു. 24 വയനാട്.